മെഹുൽ തന്റെ കാറിൽ റോഡിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ അവൻ വഴിയുടെ മറുവശത്ത് കുറെ ആളുകൾ കൂടി നിൽക്കുന്നത് കാണുന്നു. മെഹുൽ തന്റെ വണ്ടി നിർത്തി അവിടെ എത്തിച്ചേരുന്നു. അവിടെ ഒരാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഒത്തിരി രക്തം പോകുന്നുണ്ടായിരുന്നു. അയാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു. മെഹുൽ അവിടെ നിന്ന് ആളുകളോട് ചോദ്യം ചെയ്യുന്നു. സർ, ഒരു ട്രക്കുകാരൻ ഇടിച്ചിട്ടു, എന്നിട്ട് ട്രക്കുമായി കടന്നു കളഞ്ഞു. പക്ഷേ മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അയാൾ കള്ളം പറയുകയാണെന്ന്. മെഹുലിന് അങ്ങനെ തോന്നുവാൻ കാരണം എന്തായിരിക്കും? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. എവിടെയാണോ ബോഡി കിടക്കുന്നത് ആ റോഡ് ശരിക്കും വീതി കുറഞ്ഞതാണ്. ഇത്രയും ചെറിയ റോഡിൽ കൂടി ട്രക്കിന് വരുവാൻ കൂടി സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ട്രക്ക് ഇടിക്കുക? മെഹുൽ പെട്ടെന്ന് തന്നെ അയാളെ പിടികൂടുന്നു. സത്യം എന്താണെന്നുള്ളത് പറഞ്ഞോ? മെഹുലിന്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോൾ ആ മനുഷ്യൻ പേടിക്കുന്നു. സർ, ബൈക്കിൽ 2 പേർ വന്നതായിരുന്നു. അവർ അയാളെ ശക്തിയായി ഇടിക്കുന്നു. ഇയാൾ സൈഡിലുണ്ടായിരുന്ന പോസ്റ്റിലിടിച്ചു. അങ്ങനെ അയാളുടെ മരണം സംഭവിച്ചത്. പിന്നീട് അവർ ഇയാളെ ചെക്ക് ചെയ്യുന്നു. മരിച്ചു എന്നറിഞ്ഞപ്പോൾ പരസ്പരം കൈ കൊടുക്കുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയി സർ. അതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞത്. നിങ്ങൾ അവരുടെ മുഖം ഉറപ്പായും കണ്ടിരിക്കും. ഇല്ല സർ, അവരുടെ മുഖം മറച്ചിരുന്നു. മെഹുൽ ആ ഡെഡ് ബോഡി നന്നായി പരിശോധിക്കുന്നു. കുറച്ച് പൈസയും ഡോക്യുമെന്റ്സും കിട്ടുന്നു. ഇയാളുടെ പേര് നകുൽ എന്നാണ്. ഇയാൾ ഒരു വൈദ്യുതിയുടെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴേക്കും അവിടെ ആംബുലൻസും വരുന്നു. ബോഡിയെ ആംബുലൻസിൽ കയറ്റി ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പറഞ്ഞു വിടുന്നു. മെഹുലും അവിടെ നിന്നും ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പുറപ്പെടുന്നു. ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പോകുന്നതിന് 3 വഴികളാണുള്ളത്. ആദ്യത്തെ വഴി പോലീസ് സ്റ്റേഷന്റെ അടുത്ത് കൂടിയാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പുതിയ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. കൂടാതെ അയാൾ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. റോഡിൽ ബാരിക്കേഡും വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അയാൾക്ക് മെഹുലിനെ അറിയില്ലായിരിക്കാം. 2ാമത്തെ വഴി ഒരു ഷോർട്ട് കട്ടാണ്. പക്ഷേ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. 3ാമത്തെ വഴി കാട്ടിൽ കൂടിയുള്ളതാണ്. പക്ഷേ കാട്ടിൽ ഈ സമയത്ത് ഒരു ആന മതമിളകി അലഞ്ഞു നടപ്പുണ്ട്. ലോജിക്കൽ ആർമി, ഈ 3 വഴിയിൽ ഏതാകും മെഹുൽ തിരഞ്ഞെടുക്കുക? ചിന്തിക്കൂ. മെഹുൽ എന്തായാലും ആദ്യത്തെ വഴി തിരഞ്ഞെടുക്കില്ല. എന്തെന്നാൽ പോലീസ് സ്റ്റേഷനിൽ പുതിയ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. ആംബുലൻസിൽ ഒരു ഡെഡ് ബോഡിയും ഉണ്ട്. ചെക്കിങ്ങിന്റെ സമയത്ത് ഡെഡ് ബോഡി കിട്ടുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ കുറെ സമയം നഷ്ടമാവുകയും ചെയ്യും. കാട്ടിൽ കൂടിയുള്ള വഴിയിൽ ആന മതമിളകി അലഞ്ഞു നടപ്പുണ്ട്. അതിന്റെ മുന്നിലെങ്ങാനും പെട്ടാൽ മെഹുലിന്റെ വണ്ടിയോടെ എടുത്ത് ദൂരെ എറിയുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മെഹുൽ 2ാമത്തെ വഴിയിൽ കൂടി പോകും. അവിടെ കൺസ്ട്രക്ഷന്റെ പണി നടക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചു നോക്കൂ, വരുന്ന വഴിയിലാണ് പണി നടക്കുന്നത്. എന്നാൽ പോകുന്ന വഴി നല്ലതാണ്. ആളുകൾ ആ വഴി പോകുന്നുമുണ്ട്. മെഹുൽ 2ാമത്തെ ഷോർട്ട് കട്ട് വഴിയിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലെത്തുന്നു. ഇതെന്താ? ഡോക്ടർ സഞ്ജനയുടെ ലാബിലെ ജനലിന്റെ ചില്ല് ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു. പുറത്തൊരാൾ ഉറക്കെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ കാര്യമെന്ന്. അകത്ത് പോയി കണ്ടുപിടിക്കണം. മെഹുൽ ലാബിന്റെ അകത്തേക്ക് പോകുന്നു. ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് പൂട്ടിയിരുന്നു. ക്രിക്കറ്റ്, ടെന്നീസ്, ബാഡ്മിന്റൺ, ഫുട്ബോൾ, ഇതിലേതോ ഒന്ന് ഓഡ് വൺ ഔട്ടാണ്. നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഏതാണ് ഓഡ് വൺ ഔട്ടെന്ന്? ബാഡ്മിന്റൺ വ്യത്യസ്തമാണ്. ബാഡ്മിന്റൺ ഒരു ഇൻഡോർ സ്പോർട്സ് ആണ്. ബാക്കിയെല്ലാം ഔട്ട്ഡോർ സ്പോർട്സുമാണ്. മെഹുൽ 3ാമത്തെ ബട്ടൺ പ്രസ് ചെയ്ത് ലാബിനകത്തേക്ക് കയറുന്നു. ലാബിനകത്ത് ഡോക്ടർ സഞ്ജന സമാധാനമായി ജോലി ചെയ്യുകയായിരുന്നു. പുറത്ത് നിൽക്കുന്ന ഒരാൾ ആരോ ചീത്ത വിളിക്കുകയാണല്ലോ. ലാബിന്റെ ജനലിന്റെ ചില്ല് എങ്ങനെയാ പൊട്ടിയത്? ഏതോ ഗുണ്ടയാണെന്ന് തോന്നുന്നു. കുറച്ചു സമയമായി എന്നെ ശല്യം ചെയ്യുകയാണ്. ഇത്രയും കേട്ടപ്പോൾ മെഹുലിന്റെ ദേഷ്യം വരുവാൻ തുടങ്ങി. മെഹുൽ അയാളുടെ അടുത്തേക്ക് ചെന്ന് നല്ലൊരു തൊഴി വെച്ചു കൊടുത്തു. എന്നിട്ട് പോലീസിനെ വിളിച്ച് അയാളെ ജയിലിലാക്കുന്നു. താങ്ക് യു മെഹുൽ. ആലി പറയുന്നത് ശരിയാണ്. ടീന ലോഹ പ്ലാസ്റ്റിക്, മെഹുൽ സാർ ഫാന്റാസ്റ്റിക് എന്ന്. താങ്കൾ എന്നെ പ്രശംസിക്കുന്നത് അവസാനിപ്പിക്കൂ. നകുലിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് പെട്ടെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി തരൂ. എങ്കിൽ മാത്രമേ കൊലയാളിയെ കണ്ടെത്തുവാൻ സാധിക്കൂ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ സഞ്ജന നകുലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നു. എന്നിട്ട് മെഹുലിനോട് പറയുന്നു, നകുലിന്റെ ബോഡിയിൽ 10-12 സ്ഥലങ്ങളിൽ കത്തികൊണ്ടുള്ള മുറിപ്പാടുണ്ട്. പക്ഷേ ഒരു മുറിവും വലിയ ആഴത്തിലുള്ളതല്ല. ഇതിന്റെ അർത്ഥം ആരെങ്കിലും ദൂരെ നിന്നും കത്തി എറിഞ്ഞിട്ടുണ്ടാകും. മെഹുലിന് ഡോക്ടർ സഞ്ജനയുടെ വാക്കുകളിൽ വിശ്വാസം തോന്നുന്നില്ലായിരുന്നു. അവന് ഡൗട്ട് ഉണ്ടാകുന്നു. എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ മെഹുലിന് ഏത് കാര്യത്തിലാണ് ഡൗട്ട് ഉണ്ടായതെന്ന്? മെഹുൽ റോഡരികിൽ വെച്ച് ഒരാളെ ചോദ്യം ചെയ്തിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞത് നകുലിനെ 2 ബൈക്കുകാർ ഇടിച്ചിട്ടു എന്നാണ്. എന്നാൽ ഡോക്ടർ സഞ്ജന പറയുന്നത് ദൂരെ നിന്നും ആരോ കത്തി എറിഞ്ഞു എന്നാണ്. എന്നാൽ അതെങ്ങനെ സംഭവിക്കും? ഡോക്ടർ സഞ്ജന, ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇവന്റെ മരണം കത്തികൊണ്ട് തന്നെയാണോ സംഭവിച്ചത്? മുറിവ് കണ്ടിട്ട് തോന്നുന്നത് മരണം കത്തികൊണ്ടുണ്ടായതല്ല എന്നാണ്. പോസ്റ്റിൽ ഇടിച്ചത് കൊണ്ടാണ് മരണം സംഭവിച്ചത്. മരിക്കാൻ കാരണം തന്നെ തലയിലെ മുറിവ് ആഴത്തിലുള്ളതായതുകൊണ്ടാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഡോക്ടർ സഞ്ജന, ഇങ്ങനെയും ഒരു സാധ്യതയുണ്ട്. കത്തി എറിഞ്ഞ ആളുടെ കൈക്ക് അധികം ബലമില്ലായിരിക്കാം. അതിനാൽ കത്തി കൊണ്ടുള്ള മുറിവ് ആഴത്തിലുള്ളതല്ല. ഡെഫിനറ്റ്ലി മെഹുൽ.
ഒരു പക്ഷേ കത്തി എറിയുന്നവൻ അടുത്തു നിന്നും കത്തി എറിഞ്ഞതാണെങ്കിൽ ഉറപ്പായും അയാളുടെ കൈ പാരലൈസ് ആയിരിക്കാം. അതിനാൽ കത്തി കൊണ്ടുള്ള മുറിവ് അധികം ആഴത്തിലുള്ളതായിരിക്കില്ല. മെഹുൽ സത്യം അറിയുവാനായി ആ വൈദ്യുതിയുടെ കമ്പനിയിലേക്ക് പോകുന്നു. അവിടെയാണ് നകുൽ ജോലി ചെയ്തിരുന്നത്. മെഹുൽ അവിടുത്തെ മാനേജറിനോട് നകുലിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. സർ, എനിക്ക് നകുലിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവൻ 2 ദിവസമായി ജോലിക്ക് വരുന്നില്ല. ഇനി ഒരിക്കലും അവൻ ജോലിക്ക് വരില്ല മിസ്റ്റർ. ആരോ നകുലിനെ കൊന്നു. നകുലിനെ കൊല്ലുവാൻ ശ്രമിച്ച ആളുടെ കൈ ഒരുപക്ഷെ പാരലൈസ്ഡ് ആയിരിക്കാം. സർ, ഞങ്ങളുടെ കമ്പനിയിൽ അങ്ങനെ 3 ആളുകളുണ്ട്. രമൺ, വികാസ്, പിന്നെ ഒരു സുരേഷ്. മെഹുൽ 3 പേരെയും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ രമൺ പറയുന്നു, സർ, ഇന്നത്തെ ദിവസം മുഴുവനും കയർ ഉപയോഗിച്ച് മലയിൽ ഹിൽ ക്ലൈംബിംഗ് ചെയ്യുകയായിരുന്നു ഞാൻ. അങ്ങേക്ക് വേണമെങ്കിൽ എന്റെ കൂട്ടുകാരനോട് ചോദിക്കാം. സർ, ഞാൻ 2 ദിവസമായി അവധിയിലായിരുന്നു. അന്നേരം അത്രയും ഞാൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. നകുൽ എന്റെ ഒരു നല്ല കൂട്ടുകാരനായിരുന്നു. എനിക്കെങ്ങനെ കൊല്ലാൻ സാധിക്കും സർ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഇന്ന് രാവിലെ മുതൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. മെഹുലിന് പെട്ടെന്ന് മനസ്സിലായി ആരാണ് കള്ളം പറയുന്നതെന്ന്. എന്താ, നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? രമൺ കള്ളം പറയുകയാണ്. കാരണം അവന്റെ ഒരു കൈ പാരലൈസ്ഡ് ആണ്. അപ്പോൾ അവന് എങ്ങനെ ഹിൽ ക്ലൈംബിംഗ് ചെയ്യുവാൻ സാധിക്കും? മെഹുൽ അവനെ പിടികൂടുന്നു. എന്നിട്ട് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവൻ പറയുന്നു, 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ നകുൽ കാരണം എന്റെ കയ്യിൽ കറണ്ട് അടിച്ചു. അത് കാരണം എന്റെ കൈ പാരലൈസ്ഡ് ആയിപ്പോയി. അതിന് പ്രതികാരം ചെയ്യുവാൻ വേണ്ടിയാ ഞാൻ അവനെ കൊല്ലുവാൻ പോയത്. ഞാൻ അവനെ കുറെ വട്ടം കുത്തി. അപ്പോൾ അവിടെ ഒരാൾ വന്നു. അയാൾ എന്നെയും നകുലിനെയും കൊല്ലുവാൻ നോക്കി. എന്നിട്ട് അയാൾ നകുലിനെ ശക്തിയായി തള്ളി. അത് കാരണം അവൻ ഒരു പോസ്റ്റിൽ പോയി ഇടിച്ചു. അങ്ങനെ അവന്റെ മരണവും സംഭവിച്ചു. പിന്നെ സർ, അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഞാനും പെട്ടെന്ന് എന്റെ കൂട്ടുകാരന്റെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. രമൺ സത്യം പറയുകയാണ്, ഒരുപക്ഷെ കള്ളവും. ലോജിക്കൽ ആർമി, മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? രമൺ സത്യം പറയുകയാണ്, ഒരുപക്ഷെ കള്ളവുമെന്ന്. ചിന്തിക്കൂ. ഡോക്ടർ സഞ്ജനയുടെ റിപ്പോർട്ട് പ്രകാരം കത്തി കൊണ്ടുള്ള മുറിവ് നോർമലായിരുന്നു. അത് കാരണം രമൺ പറഞ്ഞത് സത്യമായി തോന്നി. എന്നാൽ മെഹുൽ ക്രൈം സ്ട്രീറ്റിൽ കണ്ട ആള് പറഞ്ഞത് ബൈക്കിൽ 2 പേർ വന്ന് അവർ തള്ളിയിട്ടുവെന്നാണ്. അതായത് അവിടെ വെച്ച് കണ്ടുമുട്ടിയ ആള് പറഞ്ഞ സ്റ്റോറിയും ഈ മനുഷ്യൻ പറഞ്ഞ സ്റ്റോറിയുമായി മാച്ച് ആകുന്നില്ല. നിങ്ങൾ അയാളുടെ മുഖം ഉറപ്പായും കണ്ടിരിക്കുമല്ലോ. അതെ സർ, എനിക്ക് അയാളുടെ മുഖം നല്ലതുപോലെ ഓർമ്മയുണ്ട്. അതിനുശേഷം മെഹുൽ രമണിനെ ഒരു പ്രശസ്ത കലാകാരന്റെ അടുത്ത് കൊണ്ടുപോയി അന്ന് അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേ ആളുടെ സ്കെച്ച് വരപ്പിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുഖത്തിന്റെ സ്കെച്ച് റെഡിയാകുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് അതേ ആളാണ്. ഇയാളാണ് അന്ന് വഴിയിൽ വെച്ച് എന്നോട് ആദ്യമായി നകുലിന്റെ മരണത്തെപ്പറ്റി സംസാരിച്ചത്. മെഹുൽ രമണിനെ പോലീസിൽ ഏൽപ്പിക്കുന്നു. എന്തെന്ന് വെച്ചാൽ അവനും നകുലിനെ കൊല്ലുവാൻ ശ്രമിച്ചതാണ്. പിന്നെ ആ മനുഷ്യന്റെ സ്കെച്ച് നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പതിപ്പിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മെഹുലിന് ഒരു കോൾ വരുന്നു. കോൾ ചെയ്ത ആൾ പറയുന്നു അയാൾ ഇപ്പോൾ ആ ക്രിമിനലിന് ഒരു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുന്നതായി കണ്ടുവെന്ന്. മെഹുൽ പറഞ്ഞ ചായക്കടയിലേക്ക് എത്തുന്നു. അവിടെ 3 പേർ ചായ കുടിക്കുന്നു. പക്ഷേ അവരുടെ മുഖം കാണുവാൻ സാധിക്കുന്നില്ലായിരുന്നു. ബാക്ക് സൈഡ് മാത്രമേ കാണുവാൻ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ മെഹുലിന് മനസ്സിലാകുന്നു അതിൽ ആരാകും ക്രിമിനൽ എന്ന്. നിങ്ങൾക്ക് ആലോചിച്ച് പറയുവാൻ സാധിക്കുമോ ആരാണ് ഇവിടെ ക്രിമിനൽ എന്ന്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. 3ാമത്തെ ആള് കമ്പിളി പുതച്ചു നിൽക്കുന്നു. നോക്കൂ, അടുത്തുള്ള 2 പേരും ഹാഫ് ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം തണുപ്പ് കാലമല്ല എന്നാണ്. പിന്നെ ഈ മനുഷ്യൻ എന്തിനാണ് കമ്പിളി പുതച്ചിരിക്കുന്നത്? ഇക്കാരണം കൊണ്ട് തന്നെ മെഹുലിന് അവനിൽ സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ മെഹുൽ അവനെ സാവധാനം പിടികൂടുന്നു. മെഹുൽ അവന്റെ കമ്പിളി മാറ്റി അവന്റെ മുഖത്ത് ശക്തിയായി ഒരടി കൊടുക്കുന്നു. ആര് സത്യം മറയ്ക്കുവാൻ ശ്രമിച്ചാലും എന്നെങ്കിലും ഒരിക്കൽ സത്യം പുറത്തു വരും. ഇനി സത്യം പറയുന്നേ, എന്തിനാണ് നകുലിനെ കൊന്നത്? സർ, 6 മാസം മുമ്പ് റോഡ് ആക്സിഡന്റിൽ നകുൽ കാരണം എന്റെ കൂട്ടുകാരന് മരണം സംഭവിച്ചു. അതിന് പ്രതികാരമായ ഞാൻ അവനെ കൊന്നത്. ഇവിടെ പോലീസും കോടതിയും ഒക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? ഒരു കുറ്റകൃത്യവും നമ്മുടെ കൈകൊണ്ടുണ്ടാകുവാൻ പാടില്ല. ഇനി നീ ജയിലിൽ പോയിരുന്ന് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുക. കേസ് സോൾവ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്. വീട്ടിനുള്ളിൽ ഒരു വലിയ പ്രോപ്പർട്ടി ഡീലറുടെ മരണം നടക്കുന്നു. ഡീലറുടെ കൈവശം വളരെയധികം ബ്ലാക്ക് മണി ഉണ്ടായിരുന്നു. കേസ് അന്വേഷിക്കുവാൻ വേണ്ടി ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചു വരുത്തുന്നു. മെഹുൽ ബോഡി വളരെ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു അയാളുടേത് ഒരു മർഡർ ആണെന്ന്. മെഹുലിന് എങ്ങനെയാണത് മനസ്സിലായത്? ചിന്തിക്കൂ. ചെയിൻ കാണുമ്പോൾ തോന്നുന്നത് ചങ്ങലയിൽ കുടുങ്ങിയതാവാം അയാളുടെ മരണത്തിന് കാരണമെന്ന്. പക്ഷേ ചങ്ങലയുടെ അടയാളം കഴുത്തിൽ ഇങ്ങനെ പ്ലെയിൻ ആകില്ല. ചങ്ങലയുടെ കട്ടിയുള്ള മാർക്സും ഡിസൈനും കഴുത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഇതിനർത്ഥം കയറുകൊണ്ട് അയാളുടെ കഴുത്ത് മുറുക്കിയിരിക്കും. ശേഷം ചങ്ങലയിൽ കെട്ടിത്തൂക്കിയതാവും. മെഹുൽ വീട്ടിലെ 3 വേലക്കാരെയും വിളിച്ച് ചോദ്യം ചെയ്തു. ആദ്യത്തെ ജോലിക്കാരൻ പറയുന്നു,
2 ദിവസമായി വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മൊബൈൽ ചാർജ് ചെയ്യുന്നതിനായി അടുത്ത വീട്ടിൽ പോയിരുന്നു. രണ്ടാമത്തെ ജോലിക്കാരൻ പറയുന്നു. സർ, ഞാൻ മുകളിൽ ഉറങ്ങുകയായിരുന്നു. എനിക്കൊന്നും അറിയില്ല. മൂന്നാമത്തെ ആൾ പറയുന്നു. സാർ, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീം പുറത്തെടുത്ത് അത് കഴിച്ചുകൊണ്ട് പുറത്ത് ഗാർഡനിൽ നടക്കാൻ പോയിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും യജമാനൻ മരിച്ചിരുന്നു. എനിക്കൊന്നും അറിയില്ല സർ. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഏത് ജോലിക്കാരനാണ് കള്ളം പറയുന്നതെന്ന്? ചിന്തിക്കൂ. വീട്ടിൽ 2 ദിവസമായി കറണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂന്നാമത്തെ ജോലിക്കാരൻ പറയുന്നത് അയാൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നടക്കാൻ പോയി എന്നാണ്. 2 ദിവസമായി കറണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഐസ്ക്രീം മുഴുവനും കേടാകുമായിരുന്നു. അതിനർത്ഥം ഒന്നുകിൽ ആദ്യത്തെ ആൾ കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ മൂന്നാമൻ. മെഹുൽ രണ്ടാമത്തെ ജോലിക്കാരനോട് കൺഫർമേഷൻ ചോദിക്കുന്നു. അയാൾ പറയുന്നു സത്യമായും 2 ദിവസമായി കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന്. മെഹുൽ മൂന്നാമത്തെ ജോലിക്കാരനെ പിടിച്ച് നല്ലൊരു അടി കൊടുക്കുന്നു. സർ, ഞാൻ തന്നെയാണ് യജമാനത്തെ പറഞ്ഞതനുസരിച്ച് കണക്ഷൻ കളഞ്ഞത്. അതുകൊണ്ട് സാറിനെ കൊല്ലാൻ എളുപ്പമായിരിക്കുമെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ പെട്ടെന്ന് തന്നെ പ്രോപ്പർട്ടി ഡീലറുടെ ഭാര്യയെ പിടികൂടുവാൻ അവരുടെ മുറിയിലേക്ക് പോകുന്നു. പക്ഷേ അയാളുടെ ഭാര്യ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. വിൻഡോ തുറന്നു കിടന്നിരുന്നു. മെഹുൽ താഴെ പോയി ചെക്ക് ചെയ്തപ്പോൾ ഒരു കയർ വിൻഡോയിൽ നിന്ന് ഗാർഡനിലേക്ക് തൂക്കിയിട്ടിരുന്നു. ഇതിനർത്ഥം അവർ വിൻഡോയിൽ കൂടി ഇറങ്ങി രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ അപ്പോൾ പെട്ടെന്ന് മെഹുലിന് ഒരു കാര്യം തോന്നുന്നു. യജമാനത്തെ ഓടി രക്ഷപ്പെട്ടേക്കില്ല, അവർ വീട്ടിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. ഇതൊക്കെ അവർ മെഹുലിനെ കൺഫ്യൂസ് ചെയ്യിക്കുവാൻ വേണ്ടി ചെയ്തതാണെന്ന്. എന്താണ് ലോജിക്കൽ ആർമി? മെഹുൽ അങ്ങനെ എന്ത് ക്ലൂ ആണ് കണ്ടിട്ടുണ്ടാവുക? ഇതൊക്കെ ഒരു നാടകമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ചിന്തിക്കൂ. സൂക്ഷിച്ചു നോക്കൂ. കയർ തൂക്കിയിട്ടിരുന്ന ഭാഗത്ത് താഴെ നിറയെ ചെളിയാണ്. യജമാനത്തെ ഇതുവഴി രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ അവിടെ അവരുടെ കാൽപാദങ്ങൾ പതിഞ്ഞേനെ. പക്ഷേ ഇവിടെയെങ്ങും ഒരടയാളം പോലുമില്ല. ഇതിനർത്ഥം അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടേയില്ല. അവർ വീട്ടിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. മെഹുൽ വീട് മുഴുവനും അരിച്ചു പെറുക്കുന്നു. അങ്ങനെ യജമാനത്തെ കണ്ടെത്തുന്നു. അവരെ പോലീസിന്റെ കയ്യിലും ഏൽപ്പിക്കുന്നു. മെഹുലിന്റെ ബുദ്ധിശക്തിക്ക് തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കില്ലേ നിങ്ങൾ? അടുത്ത റീഡിലേക്ക് പോകാം. രസ്തോഗി അങ്കിൾ രാത്രി കാൽനടയായി വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ബൈക്കിൽ ഒരു കള്ളൻ അദ്ദേഹത്തിന്റെ മൊബൈലും എടുത്തുകൊണ്ട് കടന്നു കളയുന്നു. രസ്തോഗി അങ്കിൾ തന്റെ മൊബൈലിന്റെ പൗച്ചിൽ GPS ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. തന്റെ സെക്കൻഡ് മൊബൈലിൽ നിന്ന് മൊബൈലിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു കോളനിയിൽ എത്തുന്നു. അങ്ങനെയെങ്കിൽ കള്ളൻ ഈ കോളനിയുടെ അകത്ത് തന്നെയുണ്ട്. രസ്തോഗി അങ്കിൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒരു വീടിന്റെ വാതിൽ നോക്ക് ചെയ്യുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ ഈ മുഴുവൻ കോളനിയിൽ ഇത്രയും അധികം വീടുകൾ കാണുമ്പോൾ രസ്തോഗി അങ്കിൾ ഈ വീടിന്റെ കഥ തന്നെ എന്തുകൊണ്ട് നോക്ക് ചെയ്തുവെന്ന്? ബാക്കി വീടുകളുടെ പുറത്ത് നോർമൽ ഫുട് പ്രിന്റ്സ് ഉണ്ട്. പക്ഷേ ഈ വീടിന് മുന്നിൽ ബൈക്കിന്റെ ടയറിന്റെ അടയാളമുണ്ട്. അപ്പോൾ ബൈക്ക് കള്ളൻ തന്നെയാണ് മോഷണം നടത്തിയത്. കഥകിൽ മുട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നു. രസ്തോഗി അങ്കിൾ മൊബൈലിനെ പറ്റി അന്വേഷിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു അയാൾക്ക് മൊബൈലിനെ പറ്റി ഒന്നും അറിയില്ല എന്ന്. അയാൾ ഉറങ്ങുകയായിരുന്നുവെന്ന്. രസ്തോഗി അങ്കിളിന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു അയാൾ കള്ളം പറയുകയാണെന്ന്. എങ്ങനെയാണ് ലോജിക്കൽ ആർമി? രസ്തോഗി അങ്കിളിന് ഇതെങ്ങനെയാണ് മനസ്സിലായത്? ചിന്തിക്കൂ. സൂക്ഷിച്ചു നോക്കൂ. വീടിനുള്ളിൽ ടേബിളിന്റെ പുറത്ത് ഒരു സിഗരറ്റ് കത്തുന്നുണ്ട്. ഇതിനർത്ഥം അയാൾ ഉറങ്ങുകയായിരുന്നില്ല, പകരം സിഗരറ്റ് വലിക്കുകയായിരുന്നു. രസ്തോഗി അങ്കിൾ പെട്ടെന്ന് തന്റെ ലൈസൻസ് ഉള്ള റിവോൾവർ പുറത്തെടുക്കുന്നു. മോനെ, സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ അത് നല്ലതിനല്ല. അങ്കിൾ, ഞാൻ താങ്കളുടെ മൊബൈൽ മോഷ്ടിച്ചിട്ടില്ല. എന്റെ അടുത്ത് ബൈക്കുമില്ല. രസ്തോഗി അങ്കിൾ ഒന്ന് വീടിനകത്തേക്ക് നോക്കുന്നു. എന്നിട്ട് ഇയാൾ തന്നെയാണ് കള്ളനെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു. എങ്ങനെയാണ് ലോജിക്കൽ ആർമി? രസ്തോഗി അങ്കിളിന് എങ്ങനെയാണത് മനസ്സിലായത്? ചിന്തിക്കൂ. രസ്തോഗി അങ്കിൾ അയാളോട് മൊബൈലിന്റെ കാര്യം മാത്രമാണ് ചോദിച്ചത്. പിന്നെ എങ്ങനെ അയാൾക്ക് മനസ്സിലായി മൊബൈൽ കള്ളൻ ബൈക്കിലാണ് വന്നതെന്ന്? അയാൾ ബൈക്കിന്റെ കാര്യം എങ്ങനെ പറഞ്ഞു? ഇതിനർത്ഥം ഇയാൾ തന്നെയാണ് കള്ളൻ. രസ്തോഗി അങ്കിൾ തന്റെ റിവോൾവർ അയാളുടെ തലയിൽ ചേർത്ത് വെക്കുന്നു. അയാൾ ആകെ പേടിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ മൊബൈലും തിരിച്ചു കൊടുക്കുന്നു. വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ധമാക്ക സിംഗ് ലോകത്തിലെ ഏത് ജയിലും തകർത്ത് പുറത്തു കടക്കാവുന്ന ഒരാളാണെന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിൽ ഇന്നുവരെ ധമാക്ക സിംഗിനെ തകർക്കുവാൻ പറ്റാത്തതായ ഒരു പൂട്ടോ ഒരു ജയിലോ ഉണ്ടായിട്ടില്ല. അയാളെ ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അമേരിക്കയിലെ ഒരു ഇന്റലിജൻസ് ഏജൻസി അയാളെ ഒരു ജയിലിൽ അടച്ചെടുത്തു. എന്നിട്ട് ഒരു വളരെ സ്പെഷ്യൽ പൂട്ടിട്ട് അവിടെ അടയ്ക്കുന്നു. ധമാക്ക സിംഗിന് ഈ പൂട്ട് തകർത്ത് പുറത്തു കിടക്കണം. ധമാക്ക സിംഗ് ദിവസം മുഴുവനും ട്രൈ ചെയ്യുന്നു. പക്ഷേ ഈ പൂട്ട് തുറക്കാനാകുന്നില്ല. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു കിടക്കുവാനും ആവുന്നില്ല. ലോജിക്കൽ ആർമി, ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ് ഈ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി യൂസ് ചെയ്തത്. അതെന്ത് ട്രിക്കാണ്? സൂക്ഷിച്ചു നോക്കൂ. പൂട്ടിയിട്ടിരിക്കുന്ന ലാച്ച് നേരത്തെ തുറന്നതാണ്.
ആക്ച്വലി ജയിലിൽ മുകളിലുള്ള ലാച്ച് കാരണമാണ് അടഞ്ഞിരിക്കുന്നത്. അതാണെങ്കിലോ പൂട്ടില്ല താനും. ധമാക്ക സിംഗ് ഇത് മിസ് ചെയ്തു. വരും, നമുക്ക് അടുത്ത റെഡിലേക്ക് പോകാം. ക്രിസ്മസ് ഡേക്ക് ഒരു രാത്രി മുൻപ് സേഡ്ജിയുടെ ഗോഡൌണിൽ മോഷണം നടക്കുന്നു. സേഡ്ജിക്ക് തന്റെ തെരുവിലെ 3 പയ്യന്മാരിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. പോലീസ് 3 പയ്യന്മാരെയും ചോദ്യം ചെയ്തു. ആദ്യത്തെ പയ്യൻ പറഞ്ഞത് അവൻ രാത്രി മുഴുവനും അവന്റെ കൂട്ടുകാരുടെ ഒപ്പം പാർട്ടി നടത്തുകയായിരുന്നുവെന്നാണ്. അവൻ പാർട്ടിയുടെ ഒരു ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ ആൾ പറയുന്നു അവൻ അവന്റെ മാമാജിയുടെ അടുത്ത് പോയിരുന്നുവെന്ന്. അവനും ഫോട്ടോ കാണിക്കുന്നു. മൂന്നാമൻ പറയുന്നു അവൻ വീട്ടിൽ വഴക്കുണ്ടായത് കാരണം അവൻ ടെറസിലാണ് ഉറങ്ങിയതെന്ന്. അവന്റെ സഹോദരനെടുത്ത ഒരു ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നു. 3 പേരുടെയും വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസിന് ആരാണ് സത്യം പറയുന്നതെന്നും ആരാണ് കള്ളം പറയുന്നതെന്നും കൺഫ്യൂഷൻ ആകുന്നു. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ലോജിക്കൽ ആർമി, ആരാണ് കള്ളം പറയുന്നതെന്ന്? ഇവിടെ മൂന്നാമത്തെ പയ്യനാണ് കള്ളം പറയുന്നത്. ക്രിസ്മസിന് അടുത്തുള്ള ദിവസങ്ങളിൽ കഠിനമായ തണുപ്പാണ്. ആ സമയത്ത് ഈ പയ്യന് കമ്പിളിയും ടീഷർട്ടും ഇല്ലാതെ എങ്ങനെയാണ് ടെറസിൽ ഉറങ്ങുവാൻ കഴിയുക? ഇവൻ കള്ളം പറയുകയാണ്. പോലീസ് അവനെ പിടികൂടുന്നു. വരൂ, നമുക്ക് അടുത്ത റെഡിലേക്ക് പോകാം. ഈ മഴ കാരണം കറണ്ട് പോയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ശർമാജിയുടെ വീട്ടിൽ ഏതോ കള്ളൻ കയറുന്നു. പൈസയുമായി അവൻ കടന്നു കളയുന്നു. ശർമാജിക്ക് തന്റെ അയൽക്കാരനെ സംശയം തോന്നുന്നു. അദ്ദേഹം പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. പോലീസ് ശർമാജിയുടെ അയൽക്കാരനെ ചോദ്യം ചെയ്യുന്നു. അയൽക്കാരൻ പറയുന്നു അയാൾ രാത്രി മുഴുവനും അയാളുടെ കൃഷിയിടത്ത് വെള്ളം നനയ്ക്കുകയായിരുന്നുവെന്ന്. പിന്നെ അയാൾ എങ്ങനെ മോഷണം നടത്തും? പോലീസിന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു അയാൾ കള്ളം പറയുകയാണെന്ന്. എങ്ങനെയാണ് ലോജിക്കൽ ആർമി, പോലീസിന് എങ്ങനെയാണത് മനസ്സിലായത്? ചിന്തിക്കൂ. മഴ പെയ്യുമ്പോൾ കൃഷിയിടത്തിൽ വെള്ളം നിറയ്ക്കുന്നതിന്റെ ആവശ്യം എന്താണ്? അതിനർത്ഥം അയാൾ കള്ളം പറയുകയായിരുന്നു. പോലീസ് അയാളെ കൈയോടെ പിടികൂടുന്നു. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ഒരാളുടെ വീട്ടിൽ കളവ് നടക്കുന്നു. അയാൾ മെഹുലിനെ വിളിച്ചു വരുത്തുന്നു. മെഹുൽ ആ വ്യക്തിയോട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിയുന്നു. അപ്പോൾ അയാൾ പറയുന്നു അയാളുടെ വീട്ടിൽ അൺലിമിറ്റഡ് ആയി വൈഫൈ വച്ചിട്ടുണ്ടെന്ന്. രാത്രിയിൽ കറണ്ട് പോയത് കാരണം അയാൾ ടൈം പാസിന് വേണ്ടി വൈഫൈയിൽ തന്റെ ലാപ്ടോപ്പിൽ മൂവി കാണുകയായിരുന്നുവെന്ന്. ഇത്രയും കേട്ടപ്പോൾ തന്നെ മെഹുലിന് മനസ്സിലാകുന്നു അയാൾ കള്ളം പറയുകയാണെന്ന്. മെഹുൽ അയാളുടെ മുഖത്തടിക്കുന്നു. ലോജിക്കൽ ആർമി, മെഹുലിന് അങ്ങനെ തോന്നാൻ കാരണം എന്തായിരിക്കും? അയാൾ കള്ളം പറയുകയാണെന്ന്. അയാളുടെ വീട്ടിൽ കറണ്ട് പോയിരിക്കുമ്പോൾ വൈഫൈയും ഓഫ് ആയിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ അയാൾക്ക് തന്റെ ലാപ്ടോപ്പിൽ മൂവി എങ്ങനെ കാണുവാൻ സാധിച്ചു? ഇതിനർത്ഥം അയാൾ മെഹുലിനോട് കള്ളം പറയുകയായിരുന്നു. അടുത്ത റെഡിലേക്ക് പോകാം. ചോട്ടു തന്റെ ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോകുന്നു. ആരോ ചോട്ടുവിന്റെ കോണിൽ നിന്ന് ഐസ്ക്രീം മോഷ്ടിക്കുന്നു. ലൈറ്റ് വന്നപ്പോൾ ചോട്ടു തന്റെ ഐസ്ക്രീമിലേക്ക് നോക്കി കരയുവാൻ തുടങ്ങുന്നു. ചോട്ടുവിന്റെ അച്ഛൻ തന്റെ അടുത്ത് നിൽക്കുന്ന 3 കുട്ടികളെ സൂക്ഷിച്ചു നോക്കുന്നു. അയാൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാകുന്നു ആരാണ് ചോട്ടുവിന്റെ ഐസ്ക്രീം മോഷ്ടിച്ചതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? ഇവരുടെ മുന്നത്തെയും പിന്നത്തെയും പിക്ചേഴ്സ് സൂക്ഷിച്ചു നോക്കൂ. ലൈറ്റ് പോകുന്നതിന് മുൻപുള്ള ഈ മോട്ടുവിന്റെ കോൺ സൂക്ഷിച്ചു നോക്കൂ. അതിൽ കുറച്ച് കുറവായിരുന്നു, പക്ഷേ അതിപ്പോൾ നിറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം ഇവൻ തന്നെയാണ് ചോട്ടുവിന്റെ ഐസ്ക്രീം മോഷ്ടിച്ചത്. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ഗുഡുവിന് 18 വയസ്സായിരിക്കുന്നു. ഇന്ന് ആദ്യമായി അവൻ വോട്ട് ചെയ്യുവാൻ പോവുകയാണ്. പക്ഷേ അവൻ 10 മിനിറ്റിനുള്ളിൽ തിരികെ വരുന്നു. ഗുഡുവിന്റെ അച്ഛന് ഇതിൽ സംശയം തോന്നുന്നു. അയാൾ ഗുഡുവിന്റെ വിരലിലെ ഇങ്ക് നോക്കുമ്പോൾ അതവിടെ കാണുന്നു. ഗുഡു പറയുന്നു പപ്പ, എന്നെ സംശയിക്കാതിരിക്കൂ. ഇത് നോക്കൂ, ഞാൻ പോളിംഗ് ബൂത്തിൽ നിന്ന് ഒരു സെൽഫിയും എടുത്തിട്ടുണ്ട്. പക്ഷേ ഗുഡുവിന്റെ അച്ഛന് പെട്ടെന്ന് പിടികിട്ടുന്നു അവൻ അയാളെ പറ്റിക്കുകയാണെന്ന്. എന്താ ലോജിക്കൽ ആർമി, ഗുഡുവിന്റെ അച്ഛന് ഇതെങ്ങനെ മനസ്സിലായി? ചിന്തിക്കൂ. സൂക്ഷിച്ചു നോക്കൂ. സെൽഫിയിൽ പോളിംഗ് ബൂത്തിൽ 2 ട്രാഫിക് പോലീസുകാരാണ് നിൽക്കുന്നത്. പോളിംഗ് ബൂത്തിൽ ട്രാഫിക് പോലീസുകാർ എങ്ങനെ വരും? അവിടെ നോർമൽ പോലീസല്ലേ ഉണ്ടാവേണ്ടത്. ഇതിനർത്ഥം ഗുഡു ഫോട്ടോ എഡിറ്റ് ചെയ്തതാണ്. പക്ഷേ അതും കുഴപ്പമായി പോയി. അടുത്ത റെഡിലേക്ക് പോവാം. ഈ 2 ഫാമിലികളെയും സൂക്ഷിച്ചു നോക്കൂ. എന്നിട്ട് എന്നോട് പറയൂ ഏത് ഫാമിലിയാണ് പാവപ്പെട്ടതെന്ന്. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നോട് പറയൂ. ഇത്തരം ഇൻട്രസ്റ്റിംഗ് റീഡിൽസിനായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യൂ.